ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ ബിൻസി ഔട്ടായി. ഇന്ന് ആരായിരിക്കും ഔട്ടാവുന്നത്? അതുപോലെ തന്നെ ഇന്ന് തന്നെ അറിയാൻ പറ്റും ക്യാപ്റ്റൻ ആരാണെന്ന്. ക്യാപ്റ്റൻസി ടാസ്ക് ഇന്നത്തെ എപ്പിസോഡ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തമാശകൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലാണ് കണ്ടിട്ട് തോന്നുന്നു. 3 പ്രൊമോ കണ്ടു. അതിൽ 3 പ്രൊമോയിലെ കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ ഒരു പ്രൊമോ വന്നു. എവിക്ഷന്റെ പ്രൊമോ ആണ്. ആരൊക്കെയാണ് ഔട്ടാവുന്നത് എന്നുള്ളൊരു പ്രൊമോ വന്നു. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഇന്ന് നോ എവിക്ഷൻ ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. നോ എവിക്ഷൻ ആണ്. കാരണം നോ എവിക്ഷൻ ആണെന്ന് ഞാൻ അറിഞ്ഞത് നോ എവിക്ഷൻ എന്നാണ്. പിന്നെ അത് പറയാനുള്ള മറ്റൊരു ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിന്റെ പ്രൊമോസില് ഇപ്പൊ ആരെങ്കിലും ഔട്ട് ആവുകയാണെങ്കിൽ നമ്മുടെ വാതിൽ അടയുന്നതോ തുറയുന്നതോ ആയിട്ടൊക്കെ കാണിക്കും. അതുപോലും പ്രൊമോയിൽ കാണിച്ചില്ല. അപ്പോൾ ഒരു സാധ്യത എന്താ വെച്ചാൽ നോ എവിക്ഷൻ തന്നെയായിരിക്കും. ആരും ഔട്ടാവത്തില്ല, ഈ നോ എവിക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ എവിക്ഷന്റെ പ്രൊമോ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ കണ്ടൊരു പ്രൊമോ എന്താണെന്ന് വെച്ചാൽ അനീഷും ഷാനവാസിന്റെ ക്യാപ്റ്റൻസി പറ്റിയാണ് പറയുന്നത്. അത് കോമഡി ആയിട്ട് എടുക്കുന്നു. വേറെ വലിയ രീതിക്കായിട്ട് ഒന്നും പറയുന്നില്ല, ഒരു കോമഡി രീതിയിൽ അത് പറയുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ആര്യനും അഭിലാഷും അതുപോലെ ജിസേലും, ഈ 3 പേരുടെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ട്. ആരാണ് ക്യാപ്റ്റൻ എന്ന് അറിയില്ല. ആര്യനായിരിക്കോ, അഭിലാഷായിരിക്കോ, ജിസയിലായിരിക്കോ, നമുക്ക് നോക്കാം, അറിയില്ല. അപ്പൊ ഈ 3 പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ബാത്റൂമിലെ യൂറിൻ ഇഷ്യൂ എന്നുവെച്ചാൽ അനുമോള് ചൂണ്ടിക്കാണിച്ച യൂറിൻ ഇഷ്യൂ, അതൊക്കെ പറയണം. കാരണം അതൊക്കെ ഭയങ്കര വലിയ ഇഷ്യൂ ആണ്. അതൊക്കെ വീട്ടിലെ ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് മര്യാദക്ക് അത് ചെയ്യിക്കണം. അതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളാണൊക്കെ. ഒരു ബേസിക് ഹൈജീന്റെ ഭാഗമാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഭയങ്കര ഇഷ്യൂ ആയതാണല്ലോ ആ സംഭവങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്യാൻ നോക്കണമായിരുന്നു. പിന്നെ നോ എവിക്ഷൻ ആണ്. 11 പേര് വന്നിട്ട് ഒരാളെ പുറത്താക്കിയുള്ളെങ്കിൽ അടുത്ത ആഴ്ച ഡെഫിനറ്റ്ലി ഒരു 2 ആൾക്കാര് എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നോ എവിക്ഷനിൽ നമ്മൾ എല്ലാ സീസണിലും ഒരു ഡബിൾ എവിക്ഷൻ കാണുന്നതാണ്. ഡബിൾ എവിക്ഷൻ. അപ്പോൾ ആ ഡബിൾ എവിക്ഷൻ എന്തായാലും ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം ചെയ്യായിരുന്നു. കാരണം 11 പേരാണ് വന്നിരിക്കുന്നത്. ഒരു 11 പേരാണ് വന്നതുകൊണ്ട് തന്നെ അവർക്ക് എവിക്റ്റ് ചെയ്യാൻ പറ്റും. 2 പേരെ സുഖമായിട്ട് എവിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്തില്ല. അപ്പൊ എല്ലാവരും സേഫാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി അതിന്റെ ഇടയിൽ ഒരു അപ്ഡേറ്റും കൂടി ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ റിയാസ് സലീം ബിഗ് ബോസിലേക്ക് വരുന്നു. ബിഗ് ബോസ് ഹിന്ദിയിലേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് കേട്ടു. ഇന്റർവ്യൂ കഴിഞ്ഞു. പിന്നെ നമ്മുടെ 90 വരുന്നത് ഹിന്ദിയിലേക്കാണ് വരുന്നത്. അത് നമ്മുടെ സീസൺ 4 വെച്ചിട്ട് റിയാസ് പറയുന്നുണ്ടായിരുന്നു, എന്റെ ഡ്രീം എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹിന്ദിയാണ്, തുടക്കം മലയാളത്തിൽ നിന്നാവട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹിന്ദിയിലേക്ക് വരുന്നുണ്ട് റിയാസ് സലീം. നമുക്ക് നോക്കാം എന്തായിരിക്കും എന്തെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഞാൻ കാണും എന്തായാലും റിയാസ് സലീം. കാരണം റിയാസ് സലീം സീസൺ 4 ഉണ്ടാക്കിയ ഓളം ഒന്നും ചില്ലറയല്ല. നല്ലൊരു ഓളം ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. സീസൺ 4 വന്നു, നമ്മൾ സീസൺ 5 വന്നു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും ബിഗ് ബോസ് 90 റിയാസ് സലീമിന്റെ ഒരു ഗെയിം എന്നൊക്കെ നോക്കാം. അപ്പൊ ഇത്രയുള്ള കഴിഞ്ഞു. അപ്പൊ രാത്രിയിലത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെക്കും ബൈ.